ഇന്നലെ നമ്മൾ വിത്തിനുള്ള ചേനയൊക്കെ മുറിച്ച് വെച്ച് ഇനി നടാനുള്ള സ്ഥലം റെഡിയാക്കുന്ന പണിയിലാട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ നട്ട സ്ഥലത്ത് തന്നെയാണ് ഇപ്രാവശ്യം നട്ടു കൊടുക്കുന്നത്. അപ്പൊ അന്ന് നമ്മളെ ഈ അരൂര് ഈ സൈഡിലായിട്ട് കുറച്ച് പാൽച്ചേമ്പ് നമ്മൾ ആവശ്യത്തിനൊക്കെ കളച്ചെടുക്കാന്ന് വെച്ച് നിർത്തിയതുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നമ്മൾ വിളവെടുക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ചെയ്ത് വിത്തൊക്കെ കിട്ടിയ അത്യാവശ്യം നല്ല ചേമ്പൊക്കെ കിട്ടിയതിനു. അപ്പൊ അന്ന് നിർത്തിയതാ ഒരു 3-4 കൂട്ടുണ്ട് ഇവിടെ. ഏതായാലും നമ്മള് ചേന നടുന്ന സ്ഥലത്തായതുകൊണ്ട് ഇത് കളച്ചെടുത്ത് ഇതിന് വിത്തിനുള്ള കിട്ടും ചെയ്യും. പിന്നെ കുറച്ചൊക്കെ ചേമ്പും ചിലപ്പോൾ കിട്ടും. ചേമ്പ് തീരെ ഇല്ലാത്തൊന്നുമില്ല കേട്ടോ. ഉമ്മ ഇടയ്ക്ക് വന്നിട്ടേ മേലെ കാണുന്നതൊക്കെ ഇങ്ങനെ മാന്തി എടുക്കലുണ്ട്. അപ്പൊ അവിടെ ഒക്കെ ഇങ്ങനെ വിത്ത് കാണുന്നുണ്ട്. മണ്ണും കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോയി. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കിളച്ചെടുക്കാം. പിന്നെ സ്ഥലം റെഡിയാക്കാനും പണിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് ബ്രൊക്കോളിയാണ്. ഇതാ ബ്രൊക്കോളിന്റെ നിർത്തിയ ഓരോ ചെടികളുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതാ ഇത് ലാസ്റ്റ് ബ്രൊക്കോളി വന്നുകൊണ്ടില്ലേ, ചെറിയ ബ്രൊക്കോളിയാണ്. ഇപ്പം വേഗം ഇനി കാലാവസ്ഥയൊക്കെ മാറിയതുകൊണ്ട് ഓവറൊന്നും വലിയ വലുപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മൾ വിളവെടുത്തതിന്ന് ഇങ്ങനെ പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ടായിരിക്കും കണ്ടോ. അതാ ചെറുതുണ്ടായിട്ടുണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മളന്ന് കളയുന്ന അങ്ങനെ ഒഴിവാക്കിയ സമയത്ത്, അതായത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത സമയത്ത് നിർത്തിയതാ. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എനിക്ക് കുഴി എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് ഈ മാറ്റിയാൽ മതി. ഇനി വെല്ലം നമുക്കൊന്ന് മാന്തി നോക്കാം. വിത്ത് മുകളിൽ തന്നെ ഉണ്ട്. ഇത് അവിടെയൊക്കെ കാണുന്നുണ്ട്. ഈ കൈക്കോട്ട് എടുത്താൽ എന്താ അറിയോ, നമുക്ക് വലിയ കൈക്കോട്ട് ഒന്നാമത് സ്ഥലവും ഇല്ല, പിന്നെ മണ്ണ് മാറ്റാൻ എളുപ്പതാ. ഇവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഈ അരുവിനായതുകൊണ്ടേ അപ്പുറം സൈഡിൽ നിന്നിട്ട് നമുക്ക് മണ്ണ് നീക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെ നല്ല ഇളക്കുള്ള മണ്ണ് പോലെ ഇങ്ങനെ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിത്തിനുള്ള ചേന കളച്ചപ്പോൾ ആ മണ്ണ് ഇങ്ങനെ കയറ്റിട്ടാട്ടോ. ആ കുഴിയത്തെ മണ്ണൊക്കെ ഈ സൈഡിലൊക്കെ നമുക്ക് വിത്തിനുള്ള ചേന കിട്ടിയതാ. അത് കുറച്ചുകൂടെ എളുപ്പമായി. അതിന്റെ റൗണ്ടിലുള്ളൊരു മണ്ണിന് ഇളക്കം വന്നല്ലോ. അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വിത്ത് മേലെ തന്നെ ഉണ്ട്. കിട്ടുന്ന കാരണം പൊട്ടിച്ചെടുക്കാം. അപ്പം കുറച്ചൊക്കെ ചേമ്പുണ്ട് കേട്ടോ. തീരെ ചേമ്പില്ലായൊന്നുമില്ല. ഉമ്മാക്ക് പറ്റുന്നൊക്കെ ഇതിൻ്റെയൊക്കെ ഉമ്മ മുകളിൽ നിന്ന് അങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞതാണ്. എന്നിട്ട് ഉമ്മ പറഞ്ഞിരുന്നു ഇതാ ഒരു കണ്ട അങ്ങനെ മേലക്കുള്ളത് മാറ്റിയിട്ടുണ്ടെന്ന്. നമുക്ക് നട്ടു കൊടുക്കാനുള്ള കറക്റ്റ് പാകത്തിനുള്ള കേട്ടോ. ഉമ്മ മാന്തിയതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്. നമ്മൾ മണ്ണൊക്കെ കുറച്ച് നീക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് വലിച്ചു നോക്കണം. ഇവിടെ കണ്ടോ ഒരു കവുങ്ങിൻ്റെ കഷ്ണം കെട്ടിവെച്ചത് ബ്രൊക്കോളി നട്ടപ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങോട്ട് വരുന്നതൊക്കെ അങ്ങോട്ട് ചാച്ചു വെക്കാൻ വേണ്ടിയിട്ട് അന്ന് ചെയ്ത. മുറിച്ചൊക്കെ എത്ര അരിഞ്ഞു കളഞ്ഞിട്ടും വീണ്ടും ഇല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പൈക്ക് ചോല വരണ്ടെന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ ബ്രൊക്കോളിയൊക്കെ അങ്ങനെ ആയത്. ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ എന്താ ചെയ്യുക, കറക്റ്റ് സമയത്ത് ആയി കിട്ടൂല. അതുകൊണ്ടാണ് ലാസ്റ്റിലായത്. എല്ലാം പിടിച്ചു നോക്കട്ടെ കേട്ടോ. കിട്ടി മണ്ണ് നീക്കിട്ട് കുറെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ വെക്കൊന്നും ഇല്ല. അതാ ആദ്യം ഇവിടെ ഉള്ള അതാ അത്യാവശ്യം വലിപ്പമുള്ള ഇതാട്ടോ ചേമ്പ് ഇട്ടുണ്ട്. ഇതാ നോക്ക്, ഇവിടെ നമ്മുടെ ഷെയ്ഡ് നെറ്റ് കെട്ടിയിട്ട് ഗ്യാപ്പില്ല. അതുകൊണ്ട് നമുക്ക് റൗണ്ടിൽ നിന്നിട്ട് മണ്ണെടുക്കാൻ കുറച്ച് പണിയാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ചേന ആദ്യം നട്ടിട്ട് പിന്നെ ഗ്യാപ്പ് വരുന്നത് പോലത്തെ സൈഡിൽ മാത്രമാണ് പാൽച്ചേമ്പ് നട്ടത്. പന്നീന്റെ ശല്യം ഉള്ളതുകൊണ്ടേ ഉള്ള സ്ഥലത്ത് നമുക്ക് എല്ലാം നടണം. ഇത് പിന്നെ വീടിനോട് ചേർന്ന സ്ഥലങ്ങൾ മുറ്റത്ത് തന്നെ ആയതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത് തന്നെ. ഇത് എപ്പോഴോ പന്നി കുത്തിപ്പോയിട്ടുണ്ടോ അതന്നെ ഉള്ളൂ അല്ലേ. അതിനും കുഴപ്പമില്ല. ഇത് കുളത്തിലെ തിലോപ്പിക്ക് വെള്ളത്തിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇല മുഴുവൻ തിന്ന് സെറ്റാക്കി വെച്ചോളാം.
ഇത് നടാനുള്ളതാണ്, മാറ്റിയൊക്കെ വേണം. നമ്മളെല്ലാത്തിലും മണ്ണൊക്കെ നീക്കിണ്ട്. ഇനി പിടിച്ച് പൊന്തിക്ക. എടുത്താലാദ്യം ഇല്ല, അതല്ല, ഇത് നോക്കാം. കുറഞ്ഞാലും ഉണ്ട് കേട്ടോ, മണ്ണ് നീങ്ങിയാലും. നല്ല വെയിലാണ്. അതാ അതിന് അത്യാവശ്യം ഇതാ നോക്ക്, നല്ല ചേമ്പുണ്ട് കേട്ടോ. വെറുതെ അല്ല, ഉമ്മാക്ക് കുറച്ച് കൂടുതൽ അങ്ങനെ കിട്ടിയത് കേട്ടോ. മേലൊക്കെ ഒന്നുകൊണ്ട് നല്ല മേലെ തന്നെ വിത്തുകളുണ്ട്. വിത്ത് എന്ന് പറയുന്നത് നമ്മള് ചേമ്പിനെ കേട്ടോ. അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് അല്ലേ. നമ്മൾ ഫസ്റ്റ് നമ്മളിത് പാൽച്ചേമ്പൊക്കെ ഇതിന് കളിച്ച സമയത്ത് വണ്ണം കുറവായിരുന്നു, നീട്ടുണ്ട് പക്ഷെ വണ്ണം കുറവായിരുന്നു. ഇതുണ്ടല്ലേ, ഇത് അത്യാവശ്യം നല്ല വണ്ണുള്ളതാ. ഓ, ഇപ്പൊ പ്രതീക്ഷയിലും കൂടുതലൊക്കെ ചേമ്പ് കിട്ടിട്ടോ. നിർത്തിയോണ്ട് അങ്ങനെ ഒരു കാര്യം കിട്ടി. എന്നുവെച്ചാൽ ഈ ഒരു സമയത്ത് ആർക്കും അങ്ങനെ എല്ലാവരും വിത്തിനുള്ളതൊക്കെ കളച്ചെടുത്തോണ്ട് ചേമ്പ് ഉണ്ടാവില്ല. ഇത് നമ്മളിങ്ങനെ നമ്മളെ ആവശ്യത്തിന് നിർത്തിയത് ഇങ്ങനെ ആയതുകൊണ്ടാട്ടോ ഈ സമയത്ത് കിട്ടിയത്. കൊടി ഒടിഞ്ഞോ? ഓ, ഞാൻ കണ്ടില്ല. ഇത് മറിച്ചിട്ടപ്പല്ലേ ഇതിന് അത്യാവശ്യം ചേമ്പ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വേരെന്താ അറിയോ, ശരിക്കും ഈ സമയമാകുമ്പം ഇതാ ഇതുപോലെ ആവും വേരുകളൊക്കെ. നമ്മൾ ഈ ബ്രൊക്കോളിയും കാര്യങ്ങളൊക്കെ നനയ്ക്കുന്നതുകൊണ്ട്, ഇവിടെ ചീരയും ബ്രൊക്കോളിയൊക്കെ ഉള്ളതുകൊണ്ട് ആ നനവ് തട്ടിയിട്ടാണ് ഇപ്പോഴും ഇത്ര വേരിൽ നിൽക്കുന്നത്. നല്ല നനവുണ്ട് ഇവിടെ. ഉടക്കട്ടെ, ഞാൻ അടുത്തത് ബിയമോള് വെയിലത്താ. ബിയാ നല്ല ചേമ്പിട്ടോ. നോമ്പായി പോയി, എടുത്തൊക്കെയല്ലേ ചേമ്പ്, നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ടും. നമ്മുടെ സ്ഥിരം പരിപാടി മഞ്ഞളിട്ടിട്ട് പുഴുങ്ങല്ലേ, എന്നിട്ട് ഈർക്കളിയിൽ കുത്തിയിട്ട് ഓരോ കഷ്ണം ഇങ്ങനെ മസാലയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുക കേട്ടോ. ഓ, ഇത് കുറെ പണി വെട്ട ദിമലാണ്, പക്ഷെ ദിമ എന്തായാലും ചേമ്പ് കുറയും. എന്താ താണ്ടില്ല, കണ്ടന്റെ വണ്ണം നോക്കി, കണ്ട വണ്ണം കൂടിയതൊക്കെ നമുക്ക് ചേമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതില് ഞാൻ പറഞ്ഞില്ലേ കണ്ടന്നെ ഉള്ളു. കണ്ട ഇത് കണ്ട ഇത് ഇതല്ല, ഇതില് കണ്ടില്ലേ ചേമ്പ് ഇല്ല. നമ്മൾ ഫസ്റ്റ് കളച്ചപ്പോൾ ഇതായിരുന്നു, കണ്ട മണ്ണുള്ളതിനൊക്കെ ചേമ്പ് കുറച്ച് കിട്ടി. ഇവിടെ ഉണ്ട്, ചെറിയ ഉണ്ട്, അതും കൂടെ ഉണ്ട്. പൊട്ടിപ്പോയി, ഞാൻ ചേമ്പോട്ട് പൊട്ടിച്ചെടുത്ത. ഇത് ചേമ്പ് പൊട്ടി പോവാ. നടാനിതാ വലിയ കണ്ടന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി മുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചാണകം മുക്കി വെക്കണം. ഇന്നലെ ചേന ചെയ്ത പോലെ ചേമ്പ് കൊണ്ടുണ്ട്. ആദ്യം വേരൊക്കെ കളയണം, കുറേ വേരുണ്ട്, ഇഷ്ടം പോലെ. ഇതില് ഇത് നമുക്ക് നട്ടു കൊടുക്കാൻ എളുപ്പാട്ടോ. അതുകൊണ്ട് നമ്മള് ചേമ്പ് ഉപയോഗിക്കുന്നതിലേക്ക് വെക്കുന്നില്ല, ഇതിലേക്ക് തന്നെ വെക്കാം. തന്നെയല്ലേ ഉള്ളൂ, വേറെ ഇതും കൂടെ കണ്ടിട്ടില്ല, ചെറുതൊന്നും ഒന്നും കാണില്ല. ഇത്രയും നല്ല അടിപൊളി പാൽച്ചേമ്പും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ണമുള്ളതാട്ടോ. എന്തായാലും ഈ ഒരു സമയത്തെ അന്ന് നിർത്തിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചേമ്പ് കിട്ടിയത്. ഇനി ഈ കാണുന്ന സ്ഥലം കൂടെ നമുക്ക് വൃത്തിയാക്കാനുള്ളൂ. ഇവിടെ ഒക്കെ ഉണ്ടല്ലോ നമ്മള് കള ചെത്തി കൂട്ടിയതുണ്ട്. ഇത് ഇന്നൊരു ദിവസം കൊണ്ട് ചെയ്തല്ലോ, നമ്മൾ ഇന്നലെയൊക്കെ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് കൂടുതൽ കള ചെത്തി ഒഴിവാക്കാൻ പറ്റുക. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ ചേമ്പ് കളക്കുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആദ്യം ചേമ്പ് കളച്ചെടുത്തത്. അവിടെയൊക്കെ നമ്മള് ചീരയുടെ കുറ്റിയും ബ്രൊക്കോളി കുറച്ചൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി കുഴി എടുത്ത് വരുമ്പം ഏത് ബ്രൊക്കോളിന്റെ അടുത്താ കുഴി വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കളയും, അല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കട്ടെ വെച്ച് എന്തെങ്കിലും കുറച്ച് ദിവസം കൂടെ ബ്രൊക്കോളി കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇനി കുഴി എടുത്ത് തുടങ്ങണം. ഇത് വാരി എടുത്തിട്ടേ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും കൂടെ നമ്മള് മണ്ണൊക്കെ തട്ടി ലെവലാക്കി വെക്കണം.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. എന്തായാലും ചേന നടാനുള്ള സ്ഥലം റെഡിയാക്കാൻ വന്നപ്പം ആവശ്യത്തിന് ചേമ്പും കിട്ടി, വിത്തിനുള്ള ചേമ്പും കിട്ടി.